കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യും കർത്താവ്. മനസ്സമ്മതം വരെ എത്തിയിട്ട് കർത്താവെ വിവാഹം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നിൽക്കുന്നവരുണ്ട് ഈശോ. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട് ഈശോ. അവർക്കെല്ലാം തീരുമാനം എടുക്കാൻ പറ്റാത്ത എല്ലാ മക്കൾക്കും പരിശുദ്ധാത്മാവ് നിറയുകയും അവർക്ക് വ്യക്തമായ തീരുമാനമെടുത്ത് ധൈര്യത്തെ മുന്നോട്ട് പോകാൻ കർത്താവിന് സത്യം നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിസ പ്രോസസ്സിംഗിൽ ഇരിക്കുന്നവരെ, വിസ പുതുക്കി കിട്ടാത്തവരെ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഏജൻസികൾക്ക് പണം കൊടുത്തതിന് ശേഷം അവിടെ ഇപ്പോൾ ആളെടുക്കുന്നില്ല, ആളെ തിരിച്ചു പോരുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പണവും പോയി, ജോലിയും പോയി, വേറൊരു ജോലിക്ക് ശ്രമിക്കാൻ പറ്റുന്നില്ല, കുരുങ്ങിപ്പോയ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകളെ കർത്താവിൻ്റെ നാമത്തിൽ അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ കുരുക്കുകളെ, കെട്ടുവിൽ നിങ്ങൾ വീണുപോയിട്ടുള്ള കെണികളെ കർത്താവ് തകർക്കുന്നു. ശ്രുതികടേ. എന്റെ മക്കളെ മുട്ടുന്നേ ആർദ്രതയോടെ പ്രാർത്ഥിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും വിഷയങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്രാർത്ഥിക്കുക, കണ്ണീരോടെ പ്രാർത്ഥിക്കുക. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. സ്വർഗീയമായ നിമിഷമാണിത്. ചൊറി ചിരങ്ങ് കണ്ണിന് കാഴ്ചക്കുറവ്, ഇടത് കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. ചിരങ്ങ് ബാധിച്ചവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. പല്ലുകളുടെ ചുവടുകൾ ദ്രവിച്ചു പോവുകയും അടന്നു പോവുകയും ചെയ്യുന്ന രോഗമാണ്. കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. കാലിൻ്റെ തള്ളവരുടെ താഴെ പാദത്തിൻ്റെ വെള്ളയിൽ അസ്ഥി ഉന്തി നിൽക്കുന്ന വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമുണ്ട്. മൗനമായി പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. നീ എന്തിനു വേണ്ടിയാണ് കൃപാസനത്തിന് മണ്ണിൽ മാതാവ് നിന്നെ കാല് ചവിട്ടിയത്? ആ ദൈവവേദലെ ആ വിഷയം ഇപ്പം മാതാവ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയമാണ്. പ്രാർത്ഥിക്കുക. ഞവണിക്കായപ്പോൾ ഒരു ചുരുണ്ടുപോയ ആൾക്കാരുണ്ട്. വീട്ടിലെന്തോ മരണം സംഭവിച്ചതിൻ്റെ പേരിൽ, എന്തോ ആക്ഷേപം സംഭവിച്ചതിൻ്റെ പേരിൽ ആൾക്കാർ കളിയാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തിറങ്ങാത്ത വ്യക്തികളുണ്ട്. ഡിപ്രഷൻ രോഗികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഹൃദയം ഇടിക്കാത്തവര്, ഹൃദയം എല്ലാവരും ചെയ്യുന്നവര്, കരൾ എല്ലാവരും ചെയ്യുന്നവര് കർത്താവ് സ്പർശിക്കുന്ന ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. കർത്താവ് മക്കളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി താമസിക്കുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ലിസ്റ്റിലുണ്ട്, പക്ഷെ ലിസ്റ്റ് വിളിക്കുന്നില്ല, കോൾ ഫോർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ പരീക്ഷ എഴുതാൻ പോകുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ഡേറ്റ് കിട്ടാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്ര ഈ ആഴ്ചയിൽ നടക്കാൻ പോകുന്ന യാത്രയുടെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും. വിദേശങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് യാത്രയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ യാത്ര തടസ്സങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ അക്കോമഡേഷനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭക്ഷണത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ, ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ, സ്ഥലങ്ങൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർ, ഇടത് ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവർ അവിടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം നൽകുന്ന സമയമാണ്. പതിലൊക്കെ നീര് വന്നിട്ട് നീര് കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചലിപ്പിക്കാനും അവയവങ്ങൾ ചലിപ്പിക്കാൻ പറ്റാതിരിക്കുന്ന രീതിയിൽ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ.
നിങ്ങൾക്ക് സമയത്ത് സാക്ഷ്യം പറയാൻ കഴിയും. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ കടങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും കേസ് കൊടുത്തിരിക്കുന്ന വ്യക്തികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അലസിപ്പോയി കുടുംബ ബന്ധങ്ങൾ, അലസിപ്പോയി ഗർഭങ്ങൾ, അതിനുശേഷം മക്കളില്ലാത്ത അവസ്ഥകൾ, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാமல் തീരുമാനം എടുക്കാൻ പറ്റാത്ത വിഷയത്തിൽ ജീവിതം ഇരുട്ടിൽ കുത്തി നിൽക്കുന്നവർ, അവർ ഈശോന്റെ നാമത്തിൽ ഞാൻ അവരെ അഴിച്ചു മാറ്റുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്വാസകോശങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ വിശുദ്ധമായ രക്തത്താൽ നിന്റെ പനി, ആസ്മയും അതുപോലെ തന്നെ ക്ഷയരോഗങ്ങൾ, പതിലേക്കുണ്ടാകുന്ന മറ്റു തരത്തിലുള്ള രോഗങ്ങളെ കർത്താവ് സ്പർശിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തസ്രാവ രോഗികൾ, സ്രാവരോഗങ്ങൾ, കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന സ്രാവരോഗങ്ങൾ കർത്താവ് സ്പർശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. എൻ്റെ പേര് ജ്യോതിഷ് കുമാരി. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ആറയൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്.
എന്നെ ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയാനാക്കി ഒരുക്കിയ എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിനും ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ കാലഘട്ടത്തിൽ അമ്മയോടൊപ്പം ജീവിക്കാൻ സാധിച്ചതിന് അമ്മയ്ക്കും ഈശോ തമ്പുരാനും 1000 നന്ദി ഞാൻ പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 സെപ്റ്റംബർ 4-ാം തീയതിയാണ്. അതിനു മുമ്പായിട്ട് ഞങ്ങളിവിടെ ആദ്യമായിട്ട് വന്നത് 2023 ഫെബ്രുവരി 22-നായിരുന്നു. എനിക്ക് ഒരു 26 വർഷത്തിന് മുകളിലായിട്ട് കടുത്ത ശ്വാസം മുട്ടലായിരുന്നു. എനിക്ക് ശ്വാസം മുട്ടൽ വന്നു കഴിഞ്ഞാൽ ആർക്കും കണ്ടു നിൽക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി വെയിൻ ഇഞ്ചക്ഷൻ എടുത്തല്ലാതെ എനിക്ക് ആ അസുഖം മാറാറില്ലായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് 2023 ഫെബ്രുവരി 22-ാം തീയതി ഇവിടെ വന്ന് അന്ന് തന്നെ എനിക്ക് ആ അസുഖം മാറി. ഒരു 2000 രൂപയ്ക്ക് മുകളിൽ മരുന്ന് വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അതെല്ലാം ഞാനെടുത്ത് കളയുകയാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ഒരു മരുന്നും ഉപയോഗിക്കാറില്ല. പിന്നെ വർഷങ്ങളായിട്ട് എൻ്റെ ഒരു മൂക്ക് അടഞ്ഞാണ് ഇരുന്നത്. അതിൻ്റെ പേരിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടൽ, പിന്നെ അലർജി സംബന്ധമായ രോഗങ്ങൾ, മൂക്കിൽ നിന്ന് എപ്പോഴും വെള്ളം പോലെ വന്നുകൊണ്ടിരുന്നു. അതെല്ലാം ഉടമ്പടി തൈലം ഉപയോഗിച്ച് എനിക്കതെല്ലാം മാറി. ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഒരു 4-5 മാസത്തിന് മുമ്പായിട്ട് എൻ്റെ കയ്യിൽ കൂടെ ഒരു പാത്രം തിളച്ച വെള്ളം വന്ന് വീണു. ഞാൻ ഉടൻ തന്നെ ഹോസ്പിറ്റലിലൊന്നും പോകാതെ ഉടമ്പടി തൈലം പുരട്ടി പൊള്ളലെല്ലാം മാറി. അത് കുമളിക്ക് ഒന്നും ചെയ്തില്ല. പക്ഷേ ഉടമ്പടി തൈലം പുരട്ടാത്ത ഭാഗത്ത് ഒന്ന് കുമളിച്ച് വന്നു. അതും ഉടമ്പടി തൈലം പുരട്ടി അതെല്ലാം എനിക്ക് മാറി. പിന്നെ ഞാൻ 2-3 പ്രാവശ്യം വണ്ടിയിൽ നിന്നൊക്കെ വീണു. 2-3 പ്രാവശ്യം ഞാൻ വണ്ടിയിൽ നിന്നൊക്കെ വീണിട്ടുണ്ട്. എന്നാൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടില്ല. ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉപയോഗിച്ച് എൻ്റെ ആ പരിക്കുകളെല്ലാം മാറിയിട്ടുണ്ട്. പിന്നെ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് തേനും ഉപയോഗിച്ച് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് അസുഖങ്ങൾ മാറിയിട്ടുണ്ട്. ഞാൻ രോഗികളെയൊക്കെ സന്ദർശിക്കാൻ പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടാണ് പോകാറുള്ളത്. അവർക്കതെല്ലാം ഞാൻ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു. ഇനി എൻ്റെ മകൾക്ക് 1-2 സാക്ഷ്യങ്ങളുണ്ട്. അത് പറയാനായിട്ട് അവളുടെ കയ്യിലായിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ ACCA സ്റ്റുഡൻ്റാണ്. എനിക്ക് ഈ മാസം 14-ാം തീയതി എൻ്റെ ACCA റിസൾട്ടായിരുന്നു. ഞാൻ പാസ്സായി. ടാക്സ് പേപ്പറായിരുന്നു. ഞാൻ ടാക്സേഷൻ 4 തവണ എഴുതി. എനിക്ക് 4 തവണയും കിട്ടിയില്ല. ചെറിയ മാർക്കിനാണ് എനിക്ക് എല്ലാ തവണയും എൻ്റെ പേപ്പർ പോയത്. ഇതെൻ്റെ 5th ട്രൈ ആയിരുന്നു. ഞാൻ ലാസ്റ്റായിട്ട് എഴുതിയ എക്സാമാണ് ടാക്സേഷൻ. ഞാൻ എക്സാം എഴുതി, ഞാൻ റിമോട്ടാണ് എഴുതിയത്, വീട്ടിലിരുന്നാണ് എക്സാം എഴുതിയത്. എക്സാം തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങൾക്ക് വെരിഫിക്കേഷൻ പ്രോസസ്സുണ്ട്. അപ്പോൾ എനിക്ക് ബാക്കി എല്ലാ വെരിഫിക്കേഷൻസും ഞാൻ പാസ്സായി, സക്സസ് ആയി. പക്ഷേ എൻ്റെ ഇൻ്റർനെറ്റ് ആക്സസ് മാത്രം എനിക്ക് സക്സസ് ആയില്ല. അപ്പോൾ ഞങ്ങൾക്ക് എക്സാം തുടങ്ങുന്നതിന് ഒരു 15 മിനിറ്റ്സിന് മുന്നേ എങ്കിലും റിപ്പോർട്ട് ചെയ്യണം. ഞാൻ ഈ ഇൻ്റർനെറ്റ് ആക്സസ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഏകദേശം 10 മിനിറ്റ് വരെ അതിന് വേണ്ടി മാത്രമായിട്ട് ഇരുന്നു. എന്നിട്ടും എനിക്ക് ശരിയായില്ല. അപ്പം ഞാൻ എൻ്റെ ടേബിളിൻ്റെ ഡ്രോയറിൽ എൻ്റെ ബൈബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബൈബിൾ എടുത്തു. എനിക്ക് വിസ്ഡം ഓഫ് സോളമനാണ് കിട്ടിയത്. ഞാൻ അതിൽ ഒരു അധ്യായം മുഴുവനും വായിച്ചു. അത് വായിച്ച് ഞാനോട് സ്വർഗസ്ഥനായ പിതാവും പറഞ്ഞു. അത് ഉടനെ പറഞ്ഞു തീർന്നതും എനിക്ക് ആക്സസ് കിട്ടി. ഞാൻ എൻ്റെ എക്സാം ഉടനെ തന്നെ സ്റ്റാർട്ടായി. ആ എക്സാം വളരെ വളരെ ടഫായിരുന്നു. അതിൽ കുറച്ച് പോർഷൻസൊന്നും എനിക്ക് ഒന്നുമേ മനസ്സിലായില്ല. അവിടെയെല്ലാം ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് ഞാൻ എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതും എല്ലാം എഴുതി. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 69% മാർക്കുണ്ട്. മാതാവിന് വളരെയധികം നന്ദി പറയുന്നു. എനിക്കൊരു ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു 6-7 വർഷം കൊണ്ട് ഭയങ്കര നടുവേദനയായിരുന്നു. രാവിലേക്ക് ആകുമ്പോൾ ആരെങ്കിലും പിടിച്ചെണീപ്പിക്കാതെ എനിക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അത്രയും ക്രിട്ടിക്കലായിരുന്നു. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല, പേടിച്ചിട്ടാണ് പോവാത്തത്. അപ്പോൾ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടി തൈലം എനിക്ക് എന്നും ഒരു മാസം സ്ഥിരമായിട്ട് രാവിലെ പുരട്ടി തന്നിട്ടാണ് എന്നെ പിടിച്ചെണീപ്പിക്കുന്നത്. അങ്ങനെ 1 മാസം ആയപ്പോഴേക്കും എൻ്റെ നടുവേദന എല്ലാം മാറി. എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല. എത്ര നേരം വേണേലും നിൽക്കാം, എങ്ങനെ വേണമെങ്കിലും നിൽക്കാം, ഒരു കുഴപ്പവുമില്ല. നടുവേദന എല്ലാം മാറി. അതിനും അമ്മയോട് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. പിന്നെ ഞാൻ പഠിക്കുന്നതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സൈഡ് ജോബും കൂടെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു.
അപ്പോൾ അമ്മ അത് ഉടമ്പടിയിലൊരു നിയോഗമായിട്ട് വെച്ചിരുന്നു. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്ത് 1 മാസം ആയപ്പോഴേക്കും ഞങ്ങളെ ചർച്ചിലെ ഒരു സാറ് എന്നെ വന്ന് അപ്രോച്ച് ചെയ്തായിരുന്നു. സാർ ഒരു നർച്ചറിങ് പ്രോഗ്രാം, സിവിൽ സർവീസ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനെ ഒന്ന് പഠിപ്പിക്കാൻ വരുമോ എന്ന് എന്നെ വന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ 1 വർഷം കൊണ്ട് ഞാൻ സിവിൽ സർവീസ് പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും പരിശുദ്ധാത്മാവിനും ദൈവപിതാവിനും വളരെ വളരെയധികം നന്ദി പറയുന്നു. നേരത്തെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ക്രിസ്ത്യാനികൾ ഞായറാഴ്ചയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഞങ്ങൾക്ക് രാവിലെ 5:30-ക്കാണ് ദിവ്യബലി. ആ 5:25 മുമ്പേ ഞങ്ങൾ ചർച്ചിലെത്തും. ദിവ്യബലിക്കും ആരാധനയ്ക്കും എല്ലാം ഇരുന്ന് 7 മണിക്കേ വീട്ടിലെത്താറുള്ളൂ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഹോസ്പിറ്റലുകളിലും ക്രിസ്ത്യൻസിനും നോൺ ക്രിസ്ത്യൻസിനും അല്ല കാണുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട്. പിന്നെ ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഫുഡ് ആവശ്യപ്പെടുന്നവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. കാശ് ആവശ്യപ്പെടുന്നവർക്ക് കാശ് കൊടുക്കാറുണ്ട്. ഡ്രസ്സ് വേണമെന്നുള്ളവർക്ക് ഡ്രസ്സ് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ചിലർ എന്തെങ്കിലും അപേക്ഷ പൂരിപ്പിക്കണമെന്നും അപേക്ഷ എഴുതി കൊടുക്കണമെന്നും പിന്നെ എന്തെങ്കിലും ഫോം പൂരിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരും. എനിക്ക് എത്ര സമയമില്ലെങ്കിലും എത്ര തിരക്കാണെങ്കിലും ഞാൻ അതൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കും. പിന്നെ ഏതെങ്കിലും ഓഫീസുകളിൽ പോകുമ്പോൾ ഫോം ഫില്ലപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും കൊണ്ടു തന്നിരുന്നാലും ഞാൻ അതെല്ലാം ചെയ്തു കൊടുക്കും. ഞാൻ ഒരു മടിയും കാണിക്കാറില്ല. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മ മാതാവിനും ഈശോ തമ്പുരാനും ദൈവപിതാവിനും പരിശുദ്ധാത്മാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം നിർത്തുന്നു. എൻ്റെ പേര് സൗഭാഗ്യ പ്രിൻസ്. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി എനിക്ക് ഈ അനുഗ്രഹം തന്നതിന്. 2 പ്രധാന സാക്ഷ്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഞാൻ അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. 2022 മുതൽ ഇന്ന് വരെ ഞാൻ അയർലൻഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സപ്പോർട്ട് കെയറായിട്ടാണ് ഞാൻ അയർലൻഡിൽ പോയത് 2022. അന്ന് മുതൽ ബേസിക്കലി ഞാൻ നേഴ്സാണ്. അന്ന് മുതൽ ഞാൻ OET എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. 10-ൽ കൂടുതൽ തവണ ഞാൻ എഴുതി. പക്ഷേ ഞാൻ ഫെയിലായിരുന്നു. ഓരോ മോഡ്യൂളിന് വീതം എനിക്ക് പോകുമായിരുന്നു. അവസാനം ഞാൻ കഴിഞ്ഞ വർഷം ലീവിന് വന്നു. ഏപ്രിൽ മാസം 7-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. അമ്മ മാതാവിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ എന്നെ നാണം കെടുത്തരുത്, ഇനിയും എനിക്കിതിന് വേണ്ടിയിട്ട് പൈസ മുടക്കാനില്ല, നീ എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം. അതിനുശേഷം ഞാൻ ഒക്ടോബറിൽ എക്സാം എഴുതി. മാതാവിനോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, എനിക്ക് എല്ലാ മൊഡ്യൂളിനും B സ്കോർ കിട്ടിയില്ലെങ്കിലും അയർലൻഡ് സ്കോറെങ്കിലും തന്ന് നീ അനുഗ്രഹിച്ചാൽ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ മാതാവ് എനിക്ക് എല്ലാ മൊഡ്യൂളിനും B സ്കോർ, അത് നല്ല മാർക്കോട് തന്നെ എനിക്ക് പാസ്സാകാൻ സാധിച്ചു. ഞാൻ ഉടമ്പടി തൈലമാണ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചത്. പ്രത്യേകിച്ച് എക്സാമിന് പോയപ്പോൾ ഹോളിൽ കയറ്റില്ലായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലം കുരിശ് അടയാളം വരച്ചാണ് പോയി എക്സാം എഴുതിയത്. അതിനുശേഷം ആ തൈലം തന്നെ ഞാൻ എക്സാം കഴിഞ്ഞിട്ട് എക്സാം ഷീറ്റിൽ ഉപയോഗിച്ചു. പക്ഷേ എനിക്ക് എക്സാം ടഫൊക്കെ ആയിരുന്നു. പഴയ ഫെയിലായ എക്സാം പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം ഒറ്റയൊരു കാര്യം കൊണ്ട് മാത്രം എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഞാൻ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ പാസ്സായത്. മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ പാസ്സായി കഴിയുമ്പോൾ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ വീട്ടിൽ പോകുള്ളൂ എന്ന്. ഇന്നാണ് ഞാൻ രാവിലെ വന്നത്. കോഴിക്കോടാണ് വന്നത്. ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിന് ശേഷമേ ഞാൻ വീട്ടിൽ പോകുള്ളൂ എന്ന് മാതാവിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ OET എക്സാം പാസ്സായി. നെക്സ്റ്റ് മന്തിൽ തന്നെ ഞാൻ ആപ്റ്റിറ്റ്യൂഡ് എക്സാം നേഴ്സിംഗ് രജിസ്ട്രേഷൻ എക്സാമിന് ഡേറ്റ് ബുക്ക് ചെയ്തു. മാതാവിനോട് പറഞ്ഞു, OET ഫെയിലാക്കിയതുപോലെ നീ എന്നെ ഫെയിലാക്കരുത്, 2 ചാൻസേ ഉള്ളൂ, എന്നെ പാസ്സാക്കണം. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ഞാൻ പഠിച്ചോളാം. പക്ഷേ പഠിച്ചിട്ടും കാര്യമില്ല. 10 മിനിറ്റ് കൊണ്ട് പ്രസൻറ്റേഷൻ ചെയ്യേണ്ടതാണ്, അറിയാമല്ലോ. 14 സെഷൻസ് ഉണ്ട്. അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം. പല എക്സാമിനേഴ്സും വളരെ റൂഡായിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്നവരുണ്ട്.
അതുപോലെ ഒരു സ്റ്റേഷൻ എനിക്ക് കംപ്ലീറ്റ് പോലും ചെയ്യാൻ പറ്റിയില്ല. ആ എക്സാമിനർ പറഞ്ഞു എന്നോട്, ഞാൻ ആൻസർ പറഞ്ഞെങ്കിലും എന്നോട് ഉപകാരമില്ലാത്ത കുറേ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. ഞാൻ പറയുന്നതിലൊന്നും ഒരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അപ്പം അവസാനം എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാതെ എന്നോട് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം പാസ്സായി. ഞാനിപ്പം അയർലൻഡിലെ രജിസ്റ്റേർഡ് നേഴ്സാണ്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഇത് കൂടാതെ ഒരു സാക്ഷ്യം കൂടി ഉണ്ട്. അത് സാക്ഷ്യത്തിൽ ഞാൻ വെച്ചിട്ടുള്ളതല്ലായിരുന്നു. എൻ്റെ അമ്മയുടെ ആങ്ങള ഒരു കുഴപ്പമില്ലാത്ത ആളായിരുന്നു. പുള്ളിക്കാരൻ ഒരു ദിവസം പെട്ടെന്ന് ഫിറ്റ്സ് വന്ന് കുഴഞ്ഞു വിടും. പക്ഷേ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ചെയ്തപ്പോഴത്തേക്കും തലയിൽ ബ്രെയിനിലൊരു ട്യൂമർ ഉണ്ടെന്ന് പറഞ്ഞു. അത് സർജിക്കലി റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഉടമ്പടിയിൽ ഞാൻ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നതിന് ഇതും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം സർജറിക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് പോയതാണ്. പക്ഷേ അന്ന് ഡോക്ടറെ കണ്ടു. പിന്നെ ഒന്നും കൂടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. സർജറി ചെയ്യേണ്ട. ഇപ്പോൾ എൻ്റെ മാമൻ ടാബ്ലറ്റ് മാത്രം കഴിക്കുവാണ്. വേറെ ഒരു പ്രശ്നങ്ങളുമില്ല ഇതേ തുടർന്ന്. ഇത്രയും അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത്. ഇത് കൂടാതെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഇതാണ് പ്രധാനമായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചത്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിക്കും. എക്സാമിന് പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കാശുരൂപം കൊണ്ടുപോയിരുന്നു. തൈലം വരച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ ഉപ്പ് ഉപയോഗിച്ചായിരുന്നു. ഇത്രയാണ് ഞാൻ ചെയ്തത്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പത്രവിതരണം ചെയ്യും. അവിടുത്തെ എല്ലാവർക്കും ഞാൻ ഇംഗ്ലീഷ് പത്രം വിതരണം ചെയ്യും. കുർബാനയ്ക്ക് പോയിട്ട് എല്ലാവർക്കും ഞാൻ അവിടെ നിന്ന് വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ പറ്റുന്നത് പോലെ ചെയ്യുമായിരുന്നു. ഞാൻ സൈക്യാട്രിക് ഡിസബിലിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എനിക്ക് ഡ്യൂട്ടി അവേഴ്സ് കഴിഞ്ഞാലും ഞാൻ നിൽക്കും. എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നതിനൊന്നും ഒരു മടിയില്ല. മാതാവിനെ സമർപ്പിച്ചാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഈ ഉടമ്പടിയിൽ പ്രാർത്ഥനയിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്ക് എളിമപ്പെടാനും ദേഷ്യമൊക്കെ കുറയാനും സാധിച്ചു. സ്ഥിരമായിട്ട് ഞാൻ ബൈബിൾ വായിക്കും. അരമണിക്കൂർ കൂടുതൽ വായിക്കും. അപ്പം ഇതൊക്കെ മാതാവാണ് എനിക്ക് അനുഗ്രഹം തന്നത്. ഒരു തവണ കൂടെ ഞാൻ പറയുകയാണ്, തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി എനിക്ക് അവസരം തന്നതിന്. ഇനിയും ഞാനും എൻ്റെ കുടുംബവും ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിന്ന് ജീവിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ പുണ്യ അൾത്താരയിൽ ഒരു സാക്ഷിയായി ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ഉടമ്പടി എടുത്തത് ഡിസംബർ 2 2023 അത് എൻ്റെ നാത്തൂൻ വഴിയാണ് ഞാൻ കൃപാസനം അമ്മയെപ്പറ്റി അറിയുന്നത്. എനിക്ക് ആദ്യമായി എൻ്റെ പേര് ബിന്ദു അഗസ്റ്റ്യൻ. ഇതെൻ്റെ ഭർത്താവ്, മക്കൾ 3 പേർ. എനിക്ക് 18 വർഷമായിട്ട് സിവിയർ ബാക്ക് പെയിനും സ്വെല്ലിങ്ങുമായിരുന്നു. ഞാനൊരു നേഴ്സാണ്. ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര വേദനയും അസ്വസ്ഥതയും ഒക്കെ ആയിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ സെക്കൻഡിൽ തന്നെ എൻ്റെ നടുവേദന പൂർണ്ണമായിട്ടും വിട്ടുമാറി. ഇപ്പോൾ ഒരു തരി പോലുമില്ല. ജോലി ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. പിന്നെ 25 വർഷമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലം ഞങ്ങളുടെ ഭർത്താവിൻ്റെ പേരിലേക്ക് എഴുതി കിട്ടാനുണ്ടായിരുന്നു. ഞങ്ങൾ ഉടമ്പടി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി എടുത്ത് 1 മാസത്തിനുള്ളിൽ തന്നെ ഹസ്ബൻഡിൻ്റെ പേരിലേക്ക് ആ സ്ഥലം എഴുതി കിട്ടി. അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ പകുതി ഞങ്ങൾക്ക് നഷ്ടമാകുമായിരുന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ എൻ്റെ ഞങ്ങൾക്ക് സൗദിയിലായിരുന്നു ഞങ്ങൾ 2 പേരും. റിസൈൻ ചെയ്ത് പോരാനായിട്ട് ഫെബ്രുവരിയിലെ ഹസ്ബൻഡിൻ്റെ കോൺട്രാക്ട് തീരുവള്ളായിരുന്നു. ഞങ്ങൾക്ക് ജവമാല റായിൽ പങ്കെടുക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കോൺട്രാക്ട് തീരുന്നതിന് മുമ്പ് തന്നെ ഫുൾ ബെനിഫിറ്റ് ഞങ്ങൾക്ക് കിട്ടി. ജവമാല റാലിയിൽ ഞങ്ങൾ ഇവിടെ വന്ന് പങ്കെടുക്കാനായിട്ട് സാധിച്ചു. കുടുംബസമേതം ഞങ്ങൾ പങ്കെടുത്തതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞിന് 10ാം ക്ലാസ്സിലായിരുന്നു. SLCക്ക് ഫുൾ A+ കിട്ടാനുള്ള അനുഗ്രഹം തന്നു. മോഡൽ പരീക്ഷയ്ക്ക് അവൾക്ക് ഒരു വിഷയത്തിന് A+ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ മാതാവിൻ്റെ ഉപ്പ് അവൾ പരീക്ഷാ സ്ഥലത്ത് കൊണ്ടുപോയി പരീക്ഷ എഴുതുന്നിടത്തും പേപ്പറിലും ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഫുൾ A+ നൽകി അമ്മ അവളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ മകളുടെ പ്രാർത്ഥനയായിരുന്നു മാതാവിൻ്റെ സംരക്ഷണത്തിൽ പോയി പരീക്ഷ എഴുതണം എന്നുള്ളത്. അങ്ങനെ അവൾ ചെല്ലുമ്പോഴെല്ലാം
ഒന്നുകിൽ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മാതാവിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരാളായിരുന്നു അവിടെ പരീക്ഷാ ഹാളിലുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ വെച്ച് പേഷ്യൻ്റ് ഒക്കെ വരുമ്പം നോൺ സൗത്ത് പേഷ്യൻസ് വരും, ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് വരുമ്പം തിരിച്ചു പോകുമ്പം വണ്ടിക്കൂലിക്കോ അല്ലെങ്കിൽ വസ്ത്രം ഇട്ടുകൊണ്ട് പോകാനോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള അവർക്ക് ഞങ്ങൾ വസ്ത്രം മേടിച്ചു കൊടുക്കുകയും പോകാൻ വണ്ടിക്കൂലിക്ക് പൈസ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കന്മാരനും 1000 നന്ദി. ഞങ്ങൾ ഒരു മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കും, കുടുംബസമേതം പോയി കുമ്പസാരിക്കും. പിന്നെ കുർബാനയിൽ ഞായറാഴ്ച ദിവസങ്ങളിലെല്ലാം പങ്കുചേരും. പറ്റുന്ന ദിവസങ്ങളിൽ പോയി കുർബാനകൾ പങ്കുകൊള്ളും. ഈ നോയമ്പിൽ 50 ദിവസവും ഞങ്ങൾ കുടുംബസമേതം മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിച്ചു. പിന്നെ മകൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കുടുംബസമേതം ജപമാല ഫുൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു.